ഉയ്യന്റെ ഭഗവാനെ, ഞാനിന്ന് കാലത്ത് ഉറങ്ങി എഴുന്നേറ്റ ശേഷം ഫോൺ നോക്കുമ്പോൾ ഒരു 100 കണക്കിന് മെസ്സേജ് ഉണ്ട് എൻ്റെ മെസ്സഞ്ചറിൽ. സെറ്റ് ഹാങ്ങായിപ്പോയി. നോക്കുമ്പോൾ ഇന്നലെ അർദ്ധരാത്രി നമ്മളെ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തം കമ്മികൾ ഇങ്ങനെ തള്ളി വിടുന്നത്. ഡാ നോക്കടാ, ഡാ പിണറായി, ഡാ അറസ്റ്റ് ചെയ്തടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവറ്റകൾ ഏത് ലോകത്താ ജീവിക്കുന്നത് എനിക്കറിയത്തൊന്നുമില്ല. അങ്ങനെ അധികാരം കയ്യിൽ ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാ എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. അത് ഈ പിണറായിന്റെ മിടുക്കൊന്നുമല്ല. ഭീരുവിനെ പോലെയല്ലല്ലോ അറസ്റ്റ് ചെയ്യേണ്ടത്. ആണത്വം ഉണ്ടെങ്കിൽ പകല് വെളിച്ചത്തിൽ ആണുങ്ങളെ പോലെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ അർദ്ധരാത്രിയിൽ ഉറങ്ങുന്ന മനുഷ്യനെ പോയിട്ട് എവിടുന്നോ ഓൺലൈനിൽ കിട്ടിയ ഒരു പരാതിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് അറസ്റ്റ് ചെയ്ത് ഡാ ഇത് പിണറായി, ഡാ ഇത് പിണറായി എന്ന് പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വേണ്ടി മടയനൊന്നുമല്ല ഞാൻ. അത് മനസ്സിലാക്കിക്കോട്ടാ. പിന്നെ നിങ്ങൾക്ക് അത്ര ഇതും കാര്യങ്ങളും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ നാണം കെട്ട വർഗമേ, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പയ്യന്നൂർ വെച്ചിട്ടൊരു സ്ത്രീ CPIM-ന്റെ ഒരു നേതാവ്, പ്രാദേശിക നേതാവ് പീഡിപ്പിച്ച ഹിസ്റ്ററികൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. 1/2 നൂറ്റാണ്ടുകാലം, അതായത് 1993 മുതൽ 2024 വരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ച കഥകൾ എന്തേ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ നിങ്ങൾക്ക്? എന്തേ അത് പീഡനല്ലേ? എന്തേ അത് ഭർത്താവുള്ള സ്ത്രീ അല്ലേ? അതും എങ്ങനെയാ സ്ത്രീ പറയുന്നത്? അത്രമാത്രം വൾഗറായിട്ടാ പോലും അവൻ പീഡിപ്പിച്ച്. ഒരു മാധ്യമ തമ്പ്രാക്കന്മാർക്കും ചർച്ച ചെയ്യണ്ടേ? ഒരു കൂലി എഴുത്തുകാർക്കും തൂലിക ചലിപ്പിക്കണ്ടേ? നാണം കെട്ട വർഗമേ, ഏകപക്ഷീയമായിട്ട് നിങ്ങൾ ചില നിലപാട് സ്വീകരിക്കേണ്ടത് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. രാഹുൽ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ, രാജ്യത്തിന്റെ നിയമം മറികടന്നുകൊണ്ട് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. തർക്കമൊന്നുമില്ല, ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ക്രൈം തെളിയുന്നത് വരെ ഒരു നിരപരാധിയെ വേട്ടയാടാൻ നോക്കുമ്പോൾ അതിനനുവദിച്ചു തരാൻ മനസ്സില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും കാലം അവനിക്ക് വേണ്ടിയിട്ട് ഞാൻ ശബ്ദിച്ചത്. അപ്പൊ ഞാൻ ഇന്നൊരു പറയണ്ട, ഇതങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അണ്ണാക്കിലിട്ട് കോലിട്ട് കുത്താൻ വേണ്ടി വരിക. അറിയാ, പക്ഷെ പറയാൻ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. എന്തേ നാണം കെട്ട വർഗമേ, ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 3 സ്ത്രീകളുടെ CPM-ന്റെ നേതാക്കന്മാരും DYFI-യുടെ നേതാക്കന്മാരും പീഡിപ്പിച്ച കഥകൾ ആ സ്ത്രീകൾ തന്നെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടും എന്തേ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും എന്താ പറയേണ്ടത് ഒച്ച വെക്കാൻ കഴിയാഞ്ഞത്? മാനന്തവാടി ഒരു DYFI-യുടെ നേതാവിന്റെ പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കേസെടുത്താണോ? FIR ഇട്ടാണോ? നിങ്ങൾ പിടിച്ച് അറസ്റ്റ് ചെയ്തോ? ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞത് 93 മുതൽ 2004 വരെ, അതും എങ്ങനെ വേറെ വീഡിയോസ് ക്ലിപ്പ് അടക്കം കാണിപ്പിച്ചിട്ടാവലും പിന്നെയും പീഡിപ്പിക്കുന്ന ആ സ്ത്രീയെ കല്യാണം കഴിഞ്ഞിട്ടും പീഡനം അവസാനിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? ഭർത്താവ് ഉണ്ടായിട്ട് പോലും. എന്നിട്ട് എന്തേ നിന്റെ ഈ പിണറായിക്ക് എന്റെ ബോധം വന്നിട്ടില്ലേ? എങ്ങനെ സംരക്ഷിക്കാൻ, ഇത് FIR കേസെടുക്കാൻ വേണ്ടി, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ ബോധ? അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട കേട്ടാ. ഞങ്ങൾക്കും അറിയാം നല്ല പോലെ. പിന്നെ ഞങ്ങൾ ആരും ഇവരെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ പരമോന്നത കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ നിങ്ങൾ വേട്ടയാടാൻ വന്നാൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള മറുപടിയും പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മിണ്ടാണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഭീരുക്കളായിട്ടാന്നുള്ള ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടാ. പിന്നെ പിണറായി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആണുങ്ങളെ പോലെ അറസ്റ്റ് ചെയ്യണം. മനസ്സിലായ? അല്ലാതെ എവിടുന്നെങ്കിലും ഒരു പരാതി കിട്ടുമ്പോൾ, എവിടുന്ന് ഓൺലൈനായിട്ടും വന്നൊരു പരാതി അത് വരുമ്പോഴേക്ക് അങ്ങ് രാത്രി അർദ്ധരാത്രിയിൽ വലിയ ഭീകരവാദിയെ പിടിക്കാൻ പോകുന്നത് പോലെ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇതാടാ പിടിച്ചടാ അങ്ങ് ഉണ്ടാക്കിയടാ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല, അത് നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കും കേട്ടാ. പിന്നെ പറഞ്ഞല്ലോ, കൂട്ടത്തിലുള്ളവർ പോലും പിന്തുണക്കുന്നില്ല, ആ ഒറ്റക്കായിട്ടുണ്ട്. ശരി തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കിക്കളി എന്നുള്ള ധാരണ വേണ്ട കേട്ടോ. ഞാനിത് പറയുമ്പം പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്, രാഹുൽ ക്രൈം ചെയ്തിട്ട് രാജ്യത്തിന്റെ നിയമത്തെ മറികടന്നുകൊണ്ട് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിലാ പറയുന്നത്. മനസ്സിലായ? ഉഭയകക്ഷി പ്രകാരം ബന്ധപ്പെടാനുള്ള റൈറ്റ് നമ്മുടെ രാജ്യത്തുണ്ട്. മനസ്സിലായ? അത് ചില 3 അല്ല 3000 ബന്ധപ്പെടേണ്ട അവകാശ റൈറ്റ് നമ്മുടെ രാജ്യം തീർന്നിട്ടല്ലോ. അതൊന്നും നമ്മളെ ബാധിക്കും. പക്ഷെ രാജ്യത്തിന്റെ നിയമത്തിനെ മറികടന്നുകൊണ്ട് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിൽ തർക്കമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക്
നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട്, നിങ്ങളൊരു കഥ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾ വെള്ളരിപ്രാവുകളായി ചമഞ്ഞിട്ട് ഞങ്ങളിതൊന്നും നാളിന്ന് വരെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വലിയ ആളാവാൻ വരുമുണ്ടല്ലോ. നാണം കെട്ടവരെ, നിങ്ങൾ സ്ത്രീകളെ ദ്രോഹിച്ചതുപോലെ ലോകത്ത് ഒരു ആർക്കും പിന്നെ അത്ര നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവത്തില്ല. നിന്റെയൊക്കെ SFIന്റെ കുടാണ്ട സ്ഥാനത്തിരിക്കുന്നവനൊക്കെ ഇവിടെ വിളിച്ച് ഒരു ക്യാമ്പസിനകത്ത് പഠിക്കുന്ന ASFIന്റെ ഒരു നേതാവായ ഒരു സ്ത്രീ ഒരു പെൺകുച്ചിനോടൊക്കെ പറഞ്ഞതൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. നിങ്ങളെ മറന്നു പോയിട്ടുണ്ടെങ്കിലും മനസ്സിലായ? അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതൊന്നും ഞാനിപ്പം ആവർത്തിക്കുന്നില്ല. അത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ പരാതി കൊടുത്തങ്ങിടാക്കി എന്ന് പറയുമ്പോ എന്താ, ബലാത്സംഗം ചെയ്ത് 1 പ്രാവശ്യം ചെയ്ത്, 2 പ്രാവശ്യം ചെയ്ത്, 3 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു പോലും വിശ്വസിച്ച് ഞങ്ങളങ്ങ് വിശ്വസിച്ച് കേട്ടാ. അവിടെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ, അത് പറയാദ്യം. ഇപ്പൊ നമുക്ക് എന്തും ഒരു ആൾക്ക് നേരെ എന്ത് ആരോപണം നമുക്ക് ഉന്നയിക്കാം, എന്തും വിളിച്ച് പറയാം. ഇതുപോലെ തന്നെയല്ലേ മുമ്പ് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ വദനസുരതം നടത്തി, ലുങ്കി എടുത്തിട്ടുണ്ടായിരുന്നു, മുണ്ടിട്ടായിരുന്നു, ഷഡ്ഡി പൊക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അവസാനം എന്തായ അവസാനം അത് പറ കേട്ടാ. അതുപോലെ ആരോപണം ആർക്കും എന്തും ഉന്നയിക്കാം. ആരോപണം ഒരു വ്യവസായം ഇപ്പോ. പക്ഷെ ആ ആരോപണത്തിന്റെ പുറകെയല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഞങ്ങൾ പാർട്ടി കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഞങ്ങളെ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ക്രൈം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയാൽ ഞങ്ങൾ സംരക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്വയം ജഡ്ജിയായി, നിങ്ങൾ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ട് അങ്ങ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോ, നിങ്ങളെ വേട്ടയാടുമ്പോ ആ വേട്ടയാടലിന് ഒപ്പം നിൽക്കാൻ മനസ്സില്ല. ഇന്നിപ്പോ കണ്ടില്ലേ നമ്മൾ BJPയും ഈ പറയുന്ന ഒരു പ്രത്യശാസ്ത്രമില്ലാത്ത പാർട്ടിയും ഒന്നിച്ച് സമരം ആർക്ക് രാഹുലിനെതിരെ തടയാൻ വേണ്ടി. നിങ്ങൾ രണ്ടും ഒന്നിച്ചിട്ട് സംഘിയും മങ്കിയും ഒക്കെ. ഇത് തന്നെയല്ലേ കേരളത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? എന്നാൽ ഈ പറയുന്ന സംഘിക്കോ മങ്കിക്കോ ഇവിടെ ഈ സംഘികളുടെ ചാണകങ്ങൾ ഇന്ന് രാഹുലിനെതിരെ വിളിക്കുന്നുണ്ടല്ലോ. എന്താണ്, പയ്യന്നൂര സ്ത്രീയല്ലേ ഇല്ലേ? എത്ര മാത്രം ആ സ്ത്രീ അനുഭവിച്ച പീഡനത്തിന്റെ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഹൃദയമുള്ളവനിക്കത് എന്താ പറയാ, പിന്നെ അത് കേട്ടിരിക്കാൻ പറ്റുമോ? അത്ര വലിയ അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ചാണകങ്ങൾക്ക് പറ്റിയിട്ടില്ല നിങ്ങൾക്ക്. എന്നിട്ട് ഇവിടെ വലിയ അങ്ങ് ഒരു പരാതി വിദേശത്ത് നിന്ന് ഓൺലൈനിൽ അയച്ചതാ. അതും ഇവരെ വർത്താനം കേട്ടൊക്കെ ഇന്നലെ രാത്രി ചെയ്തതാണ്. ഇന്നലെയാണോ പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ മിനിഞ്ഞാന്നാണോ പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാണോ പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണോ പീഡിപ്പിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണോ പീഡിപ്പിച്ചത്? ഇതൊന്നുമല്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെയാ പരാതി. അതിന്റെ മാധ്യമങ്ങൾ അതിന്റെ ഇതൊക്കെ പുറത്തുവിട്ട് ഞാൻ നോക്കുമ്പോൾ അത് അങ്ങനെയാകാൻ കണ്ട്. ഇപ്പോഴാണോ ബോധോദയം വന്നത്? അപ്പൊ അതുകൊണ്ട് ഇവിടെ നേരിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതി സ്വീകരിക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വഴക്ക് കഴിയുന്നില്ല. നേരിട്ട് കൊടുത്ത് അത് കഴിയുന്നില്ല. എന്നിട്ട് കുറെ അന്വേഷണ ദിവസം മാറാം അങ്ങ് വെക്ക്. ആശയപരമായിട്ട് പാപ്പരാത്തം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയ വ്യഭിചാരം നടത്തുന്ന ഒരു ഹിജട പാർട്ടിയായി മാറി ഈ കമ്മ്യൂണിസം. മനസ്സിലാക്കി? അതുകൊണ്ട് തന്നെയാണ് ലോകത്തുനിന്ന് മുഴുവൻ ഈ സാമാനം എടുത്തെറിയപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിലുള്ളത്. ഇപ്പം കണ്ടില്ല വെനസ്വേലയിലൊക്കെ, അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റിന്റെ ഭരണമായിരുന്നു. പൊക്കിയെടുത്ത് പൂച്ചന്റെ കുഞ്ചു പിടിക്കുന്ന കുഞ്ചു പിടിച്ച് കൊണ്ടുപോയില്ലേ? എന്തുകൊണ്ടാ? അവിടെ ഒരു ഏകാധിപത്യം ഭരണം പോലെയാണ് അവൻ കാഴ്ചവെച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ അവസ്ഥ. മനസ്സിലായ? അപ്പൊ ഞാനിതൊന്നും പറയണ്ട എന്ന് വെക്കുമ്പോ അണ്ണാക്കിലോട്ട് കോലിട്ട് കുത്തുക. മനസ്സിലായ? ഞാനിത് കേട്ട് കാലത്ത് തന്നെ ഇതിന്റെ ഡീറ്റെയിൽ മാധ്യമത്തിന്റെ ചോദിക്കും, നിങ്ങൾ കേട്ടു അതിന്റെ കണ്ടന്റ് എന്താണ്, പരാതി. അപ്പൊ സ്വാഭാവികമായിട്ട് അതിങ്ങനെ വായിച്ചു വന്ന് ആ പരാതിന്റെ പകർപ്പ് ഉണ്ടല്ലോ. അപ്പൊ നോക്കുമ്പോൾ 1 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു പോലും, 2 പ്രാവശ്യം ചെയ്തു പോലും, പിന്നീട് സഹവർത്തിത്തായി പോലും, പിന്നെ പ്രേമമായി പോലും, പിന്നെ എന്താ കാശ് കൊടുത്തു പോലും. ഇതൊക്കെ ഒരു ബോധമുള്ള ഒരു മനുഷ്യർക്ക് എന്താ പറയാ, ഞാൻ തലക്കകത്ത് ഇച്ചിരി ഉണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ? അതാ പറഞ്ഞത്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഒരു നിയമം രാജ്യത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് ഇപ്പോ. പിന്നെ ഇപ്പൊ ഏതൊരു അന്തംഗമ്മിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. വടകരയിലേക്ക്
വടകരയിലേക്ക് ലോഡ്ജ് ഉണ്ട്, അവിടത്തേക്ക് പോവാന്ന് പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു പോസ്റ്റ് ഇങ്ങനെ വ്യാപകമായിട്ട്. എന്താ ഉദ്ദേശം ഇവരെ? വടകരയിൽ എന്താ സംഭവം? അവിടെ സ്റ്റാഫിനെ പിടിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത്. നാളുകളിൽ അതും വന്നേക്കാം. നിങ്ങൾ നോക്കാം ഇവരെ പോയിന്റ്. ഇതൊക്കെ കേരളത്തിലെ നല്ലവരായ പൊതുസമൂഹം തിരിച്ചറിയും. ഈ പൈങ്കിളിക്കഥയൊന്നും കേൾക്കാൻ ഇപ്പൊ ആർക്കും ഇഷ്ടമൊന്നുമില്ല. മനസ്സിലായ? പിന്നെ ചരിത്രങ്ങളും മിസ്റ്ററികളും കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ തലതൊട്ടപ്പന്മാരുടെ അങ്ങ് നിങ്ങോളം എടുത്ത് ഈ 2026 നിൽക്കുന്ന പ്രാദേശിക നേതാവിന്റെ അടക്കം മിസ്റ്ററികൾ ഒരുപാട് ഞങ്ങൾക്കും പറയാനുണ്ട്. മനസ്സിലായ? അപ്പൊ അതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അത്രയേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാഹുൽ രാജ്യത്തിന്റെ നിയമത്തിനപ്പുറത്ത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവരെ തൂക്കട്ടെ, തർക്കം പറയുന്നേ ഇല്ല. പക്ഷേ വിധി വരുന്നതിന് മുമ്പ്, രാജ്യത്തിന്റെ പരമോന്നത കോടതി അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ജഡ്ജിയായിട്ട് അങ്ങ് വിധിക്കാൻ വേണ്ടി നിൽക്കണ്ട. മനസ്സിലായ? സാവകാലത്രമേലും കാറ്റ് മൂടിച്ച് കൊള്ളയടിച്ച ആ ചർച്ചകൾ ചെയ്യുമ്പോൾ, സ്റ്റേറ്റിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ വഴി തിരിച്ച് വിടാൻ വേണ്ടിയിട്ട് അങ്ങ് എടുത്തുകൊണ്ട് അങ്ങനെ പൈങ്കിളിക്കഥ. എന്നിട്ട് അത് കേട്ടിട്ട് കുറച്ച് ഒന്നന്മാർ ഡാ നോക്കടാ, ഡാ അറസ്റ്റ് ചെയ്തടാ, ഡാ എന്ത് ഡാ, ഏത് ഡാ? എടാ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അധികാരം കയ്യിലുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാനുള്ള സ്ഥിതിവിശേഷം നമുക്കറിയാലോ. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ അവിടെ ഭരിച്ച സ്റ്റേറ്റ് മുഖ്യമന്ത്രിയെ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അർദ്ധരാത്രി ഇതുപോലെ തൂക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് ഡാ അല്ല, അത് ശുദ്ധ അസംബന്ധവും ഭീരുത്വം എന്നാ പറയാ. അതിനൊക്കെ തെമ്മാടിത്തരം എന്ന് പറയും പച്ച മലയാളത്തില്. അങ്ങനെയല്ലേ? അല്ലാണ്ടെന്താ? നേർക്ക് നേരെ പറഞ്ഞ് പരാതി വന്നു കഴിഞ്ഞാൽ കിട്ടിയാൽ നേർക്ക് വരെ. അദ്ദേഹം MLA അല്ലേ? അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ അമ്പലത്തിലും പോയി ദർശനമൊക്കെ നടത്തിയതിന്റെ പ്രൊഫൈലും ഫോട്ടോസൊക്കെ യൂട്യൂബിലും വീഡിയോസൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഗവൺമെന്റ്. ഇതുപോലെ തന്നെയാണ് പണ്ട് ഒരു 5-7 വർഷം മുമ്പേ ഞങ്ങള് കോവളം മെൽബന്റെ വിൽസന്റിനെ അറസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇതൊന്നും ഞങ്ങൾ മറന്നു പോകത്തില്ല, ഞാൻ മറന്നു പോകത്തില്ല. ഇങ്ങനെ ഒരു ആരോപണം വരിക, ഒരു പരാതി ഒരു സ്ത്രീ കൊടുക്കുന്നു, എന്നിട്ട് അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് എന്തോ ഒരു വിഷയം ഉണ്ടെന്നിട്ട് അവളെ വിളിച്ചു വരുത്തുന്നു. അവിടെ നിന്ന് ഒരു ഭീകരവാദിയെ കൊണ്ടുപോകുമ്പോൾ പോലീസ് വണ്ടി മൊത്തം ഞാൻ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോവുക. ഇതൊക്കെ ജനം നോക്കി കാണുന്നുണ്ട് കേട്ടാ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് കുറെ കമന്റോളികൾ വരും. PR അവർക്ക് കാശ് വാങ്ങിച്ചിട്ട് ന്യായീകരിക്കുന്നു. ഇനി വീട്ടിലേക്ക് കൂട്ടിക്കോ, അങ്ങ് അകത്തേക്ക് കൂട്ടി, അതൊക്കെ എന്റെ ചോയ്സാ. കൂട്ടണ്ടിക്ക് കൂട്ടും കേട്ടാ. ഈ നടപടി ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത നടപടിയായത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കിനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരും എന്റെ മെസ്സഞ്ചറിൽ കൊണ്ടുപോയിടണ്ട. ഞാനിത് കാണുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ കാണുന്നുണ്ട് കേട്ടാ. ഓക്കെ, മറ്റു വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറയാം നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഹരിചന്ദ്രന്മാരാവണം. നിങ്ങളെ നേതാക്കന്മാർക്കെതിരെ ഒന്നും ഇതുവരെ ഒരു പരാതിയോ ഒരു പരിഭവമോ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. സ്വപ്ന സുരേഷ് പറഞ്ഞതല്ല കാര്യങ്ങളില്ലേ? ഇല്ലേ? ഇപ്പൊ നിങ്ങളെ മന്ത്രിസഭക്കകത്തിരിക്കുന്ന മന്ത്രിമാർക്കെതിരെ ആരോപണം ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? MLA-ക്ക് ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതൊക്കെ പൊക്കി പിടിച്ചു പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഞാനങ്ങ് അവസാനിപ്പിക്കുക.